ഹലോ, അപ്പോഴേ നമ്മളുടെ കടയിൽ ഊണിന് ഒഴിച്ചേറി ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? നാടൻ രീതിയിലുള്ള ഒഴിച്ചേറാണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ഒഴിച്ചെറി കൂട്ടി ഊണ് കഴിച്ച ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളിൻ. എന്നാൽ മാത്രമേ നമ്മളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഉണ്ടാക്കി നോക്കാൻ പറ്റുള്ളൂ കേട്ടോ, ഈ ഒരു രീതിയിൽ. അപ്പം നമുക്ക് ഈ ഒരു ഒഴിച്ചെറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പം ഞാൻ മുരിങ്ങാക്കോലും വെള്ളരിക്കയും മാങ്ങയും ഒക്കെ കൂടി ഇട്ടിട്ടാണ് ഒഴിച്ചെറി വെക്കാൻ പോകുന്നത്. അപ്പം ഒരു 4 കിലോ വെള്ളരിക്ക വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 മുരിങ്ങാക്കോലാണ് കേട്ടോ വാങ്ങിച്ചത്, വേറൊന്നുമല്ല. മുരിങ്ങാക്കോലിന് എന്ത് വിലയെന്നറിയാമോ? എന്തായാലും എല്ലാത്തിനും ഭയങ്കര വിലയാണ് ഇപ്പോൾ നോക്കിയിട്ട്. അങ്ങനെ 2 മതിയെന്നേ, ഒരു പേരിന് വേണ്ടി മാത്രം മതി. അപ്പോൾ മാങ്ങയും മുരിങ്ങാക്കോലും പിന്നെ വെള്ളരിക്കയൊക്കെ ക്ലീനാക്കി എടുത്തിട്ട് ഇനി ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. വെള്ളരിക്കയും മുരിങ്ങാക്കോലും ഒരു പാത്രത്തിലാണ് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളരിക്ക ഒരു ചെറിയതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മാങ്ങ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് അരിഞ്ഞെടുക്കുക, ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ വേറെ ഒന്നിനുമല്ല, അതൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണാൻ പറ്റും എന്താണെന്ന്. എന്നിട്ട് ഞാൻ ഒരു ഉരുളിയിലേക്ക് വെള്ളരിക്കയും മുരിങ്ങാക്കോലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചക്കക്കുരു ഇടാം. ചക്കക്കുരു കുറച്ചേ ഉള്ളൂ, കാരണം എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച പെരുമ്പാവൂർ ഇപ്പോൾ കൊണ്ടുവന്നതാണ്, അമ്മച്ചി തന്നുവിട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എന്തായാലും ഒഴിച്ചെറിയിലിടാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ എന്താണ് പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രം ഒരു തുള്ളി മുളക് പൊടി ഇട്ടില്ല. ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലേ ചക്കക്കുരു വെന്ത് കിട്ടൂല. അതുകൊണ്ടിട്ടാണ് ആദ്യം തന്നെ ചക്കക്കുരും വെള്ളരിക്കയും മുരിങ്ങാക്കോലും കൂടി വേവിച്ചെടുത്തത്. ഒരു വേവ് നിർത്തിയിട്ടാണ് കേട്ടോ വേവിച്ചത്. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മാങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ. പുളിയുള്ള സാധനങ്ങളെ പച്ചക്കറി കൊണ്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിലേ പച്ചക്കറി വെന്ത് കിട്ടൂല. അപ്പോൾ പുളിയുള്ള സാധനങ്ങളൊക്കെ രണ്ടാമതായിട്ട് ചേർത്ത് കൊടുക്കണതാണ് നല്ലത്. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 1.5 മുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. ചില ആൾക്കാരൊന്നും വെളുത്തുള്ളി ഇടാറില്ല ഒഴിച്ചേറിയിൽ. പക്ഷേ എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഉപയോഗിച്ചിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്താന്ന് ഞാൻ നോക്കട്ടെ. എന്നിട്ട് വേണം അരപ്പ് ചേർത്ത് കൊടുക്കണമെങ്കിൽ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാ സാധനങ്ങളും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നലെ ഈ ഒഴിച്ചേറി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് പച്ചക്കായ അച്ചിങ്ങ മെഴുക്കുവരട്ടിയും കൂടി അതുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ എത്രയോ വേണം തിക്നെസ് എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ഒഴിച്ചെറി വെള്ളം പോലെ ആകരുത് കേട്ടോ, ഒരു കുറുകലൊക്കെ വേണം. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഉപ്പൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു. അങ്ങനെ ഞാൻ തിളച്ച് കഴിഞ്ഞപ്പോൾ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് വറവറ ഇട്ട് കൊടുക്കാം. വലിയ അടുപ്പിക്കൊണ്ടേ കുഞ്ഞു പാത്രം വെച്ച് കടുക് വറക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പുറത്തോട്ട് വന്നിട്ടാണ്. എന്നിട്ട് ഞാൻ കടുകും പിന്നെ അതേപോലെ ഉലുവയും പിന്നെ എന്താണ് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി, ഒരു കളറിന് വേണ്ടി ആ എണ്ണമയമൊക്കെ ഇതിൻ്റെ മുകളിൽ പൊന്തി കിട്ടി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഒഴിച്ചേറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഊണിൻ്റെ കൂടെ ഈ ഒരു ഒഴിച്ചേറി കഴിക്കാനായിട്ട്. അപ്പം നമ്മളുടെ കടയിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ലൈക്ക് തന്ന് സഹായിക്കാനും മറക്കരുത്. താങ്ക് യു കൂട്ടുകാരെ.